പ്രധാന വാർത്ത ഈ നിമിഷത്തിൽ അതിലേക്കൊന്ന് പോവുകയാണ്. അമേരിക്കൻ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബൈഡൻ പിന്മാറി എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയിരിക്കുകയാണ്. കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി പിന്തുണയ്ക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി. അതേസമയം രൂക്ഷ വിമർശനമാണ് ട്രംപ് ബൈഡനെതിരെ ഉയർത്തുന്നത്. കള്ളങ്ങളുടെ പിന്തുണയോടെയാണ് ബൈഡൻ പ്രസിഡന്റ് ആയതെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഐസൻ ജോസ് ചേരും നമുക്കപ്പോൾ. ഇത് കുറച്ച് ദിവസമായി ഇതിന് ഒരുങ്ങി തുടങ്ങിയിട്ട് നമ്മുടെ തന്നെ വാർത്തകളിലും സോഷ്യൽ മീഡിയ സ്കൂപ്പിലും ഒക്കെ ആയി ഇക്കാര്യം കൈകാര്യം ചെയ്തിരുന്നു. കാര്യം അടുത്തിടെ തുടർച്ച അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ജോ ബൈഡനെ സംബന്ധിച്ച്. യുക്രൈൻ പ്രസിഡന്റിനെ പുടിൻ എന്ന് വിളിച്ചു, വൈസ് പ്രസിഡന്റിന്റെ പേര് മാറിപ്പോകുന്നു. ഏറ്റവും ഒടുവിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡിബേറ്റ് ആണ്. ഏറ്റവും ഒടുവിലത്തെ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ആ ഡിബേറ്റിലും ഏറ്റവും ഒടുവിലാണ് ഈ ട്രംപിന് പെട്ടെന്ന് ജനപ്രീതി കൂടിയതും കൂടി ആയപ്പോൾ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അത് ചെവിയിലേറ്റ വെടിമുതൽ. അതെ. പക്ഷെ അതിനുശേഷം ഇതിനു മുമ്പ് തന്നെ അഭിപ്രായ സർവേകളിൽ ട്രംപ് മുന്നിലായിരുന്നു, ഒരു 4%. പക്ഷെ ഈ വെടിവയ്പ് ഉണ്ടായതിനു ശേഷം അത് വളരെയധികം വർദ്ധിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഈ ഓർമ്മപ്പിശകും മറ്റ് അബദ്ധങ്ങളും പരസ്യമായതോടുകൂടി അനാരോഗ്യമെന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച വന്നു. ഇനി ബൈഡൻ പിന്മാറിയാൽ എന്ത് എന്നുള്ള ചർച്ചകളൊക്കെ വന്നു. ഏതായാലും ഐസനിലേക്ക് പോകാം. ഐസൻ, നമസ്തേ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ തീരുമാനത്തിലേക്ക് ബൈഡനെ എത്തിച്ച അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സിനെ എത്തിച്ച ഒരു സാഹചര്യം എന്താണ്? കമലാ ഹാരിസ് തന്നെ ആകുമോ സ്ഥാനാർത്ഥി പകരം? പ്രദീപ്, തീർച്ചയായും ഈ തീരുമാനത്തിലേക്ക് ബൈഡനെ എത്തിച്ചത് കേവലം ബൈഡന്റെ മാത്രം ഒരു തീരുമാനമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സെനറ്റർമാരും അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസിലെ അംഗങ്ങളും എല്ലാം, ഡെമോക്രാറ്റിക് അംഗങ്ങളും എല്ലാം തന്നെ കർശനമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജോ ബൈഡന്റെ പിന്മാറ്റം. ഈ ഒരു ശക്തമായ ആ ഒരു പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ബൈഡൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. അതിനിടയിലാണ് നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ഡിബേറ്റുകളിലെ ഒരു അബദ്ധങ്ങളുടെ ഘോഷയാത്ര തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പല അബദ്ധങ്ങളും സ്വന്തം സഹപ്രവർത്തകയായ വൈസ് പ്രസിഡന്റിനെ പോലും തെറ്റിപ്പറയുന്നു ട്രംപ് എന്ന് പറയുന്ന സാഹചര്യം എല്ലാം ഉണ്ടായപ്പോൾ ഈ ഓർമ്മപ്പിശകും അതുപോലുള്ള വിഷയങ്ങളും എല്ലാം തന്നെ അമേരിക്കൻ സമൂഹം മൊത്തം ചർച്ച ചെയ്തൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്ന് ആകെ ഒരു വല്ലാത്ത പ്രശ്നം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രസിഡന്റ് കോവിഡ് ബാധിതനും കൂടിയാകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ട, സെൽഫ് ഐസൊലേഷനിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി അദ്ദേഹത്തിനുണ്ടായി. ഇതെല്ലാം ചേർത്തപ്പോഴാണ് വലിയ പ്രശ്നമായി ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിയണം എന്ന നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ഇതേ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ, ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അദ്ദേഹത്തിന്റെ ഈ കത്ത് പുറത്തു വന്നത്. കത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം തന്റെ ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് തോക്ക് ലൈസൻസിംഗ് സംബന്ധിച്ച നിയമമുണ്ടാക്കി, അതുപോലെ തന്നെ 1 ദശലക്ഷം പ്രായമായവരുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കി, അത്തരത്തിലുള്ള പല ഭരണ നേട്ടങ്ങളും പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ ആ കത്തിൽ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു, തന്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച കമല ഹാരിസ് എന്നും തനിക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ട്വീറ്റുകളും അതുപോലെ തന്നെ സമൂഹ മാധ്യമ പോസ്റ്റുകളും എല്ലാം തന്നെ പുറത്തു വന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ പ്രദീപ് സാർ പറഞ്ഞതുപോലെ ട്രംപിന്റെ വിമർശനം അതിശക്തമായി പുറത്തു വരികയും ചെയ്തത്. ട്രംപിന്റെ വിമർശനം എന്ന് പറയുന്നത് കള്ളങ്ങളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ പ്രസിഡന്റാണ് എന്ന അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി നേരിടുന്നത് ഈ ഹൗസ് ഓഫ് കോമൺസിന്റെ ഈ പാർലമെന്റിന്റെ സ്പീക്കർ തന്നെ വളരെ കൃത്യമായി പറയുന്നു, ഈ പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി തികയ്ക്കാനുള്ള അർഹത പോലും ബൈഡനില്ല, ബൈഡൻ ഉടൻ തന്നെ പിന്മാറണം എന്നൊരു ആവശ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് വലിയൊരു സങ്കീർണാവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എത്തുന്ന ഒരു സാഹചര്യം ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായതോടെയാണ് അതിസങ്കീർണമായി പ്രശ്നങ്ങൾ എത്തിപ്പെട്ടത്. അതിനിടെയാണ് ഈ നേരത്തെ ട്രംപിനെതിരെ ഉണ്ടായ ആക്രമണവും സ്വാഭാവികമായ ഒരു ജനപ്രീതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അതിനു മുന്നേ തന്നെ ഒരു എഡ്ജ് കൃത്യമായും ട്രംപിനുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹത്തിന്
അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായതോടുകൂടി വൻ മുന്നേറ്റം അദ്ദേഹം നടത്തുകയും ചെയ്തു. ഈ അടുത്ത ദിവസങ്ങളിൽ മിൽവോക്കി പ്രസംഗത്തിലെല്ലാം തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന പ്രസംഗത്തിലെല്ലാം തന്നെ അതിരൂക്ഷമായി പ്രസിഡന്റിനെ വിമർശിക്കുകയും അതുപോലെ തന്നെ വൻ ജനപിന്തുണ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും ട്രംപ് തന്നെ വിജയിക്കുമെന്നൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം ഏറെ പ്രതിസന്ധി വർദ്ധിച്ചത്. കാരണം ട്രംപിനോട് വലിയ മാർജിനിൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത പാടില്ല എന്ന നിലപാടാണ് ഡെമോക്രാറ്റുകൾ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തത് ജോ ബൈഡനോട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ പ്രസിഡന്റ് പദത്തിൽ നിന്നും പ്രസിഡന്റ് മത്സരത്തിൽ നിന്നും വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും പിന്മാറാനുള്ള ഒരു തീരുമാനമെടുത്തത്. തീരുമാനം ബൈഡന്റേത് തന്നെയല്ല, മറിച്ച് സമ്മർദ്ദത്തിന്റെ ഒരു ഫലം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഐസൻ, ഈ കമലയുടെ പേര് ഉയർന്നു വന്നതിൽ നമുക്ക് അല്പം താല്പര്യം കൂടുതലുണ്ട്. അതിലെന്താണ്? അതിനൊരു ബൈഡൻ നിർദ്ദേശിക്കുന്നു, പക്ഷെ കമല സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനുള്ള സാധ്യത അതെങ്ങനെയാണ്? പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് അതിന്റെ ചർച്ച? വീണ, കമല സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായും അതുപോലെ പല ഡിബേറ്റുകളും അതുപോലെ തന്നെ പല ചർച്ചകളും ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു റാലി ഉണ്ടാകും. സ്വാഭാവികമായും അടുത്ത മാസമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഡെമോക്രാറ്റുകളിൽ നിന്നും ശക്തമായ മത്സരം കമലയും നേരിടുന്നുണ്ട് എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം എന്നത് മറ്റൊരു വസ്തുത കൂടിയായി നിലനിൽക്കുന്നു എന്നതാണ് സത്യം. നമുക്കറിയാവുന്നതാണ് ഡെമോക്രാറ്റുകളുടെ ആ സ്ഥാനാർത്ഥി തരത്തിലേക്ക്, അതായത് ഡെമോക്രാറ്റുകൾ പാർട്ടി പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മറ്റു 3 പേർ കൂടി ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മിഷിഗൻ ഗവർണർ ഗ്രേഷ്യൻ വിഷ്ണർ, അതുപോലെ തന്നെ കാലിഫോർണിയ ഗവർണർ ഗാവൻ ന്യൂസോം, ട്രാൻസ്പോർട്ട് സെക്രട്ടറി പീറ്റ് ബുട്ടജെജ്. ഈ ബുട്ടജെജ് എന്ന പേര് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള 3 പേരുടെ ഒരു മത്സരം തന്നെ, 3 പേരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു മത്സരം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കമല ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ 3 പേരുടെയും ഒരു പ്രതിരോധ മത്സരം കൂടി ഉണ്ടാകുമ്പോൾ, അതായത് 4 പേർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇപ്പോൾ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഒരു മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായ അല്ലെങ്കിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് തന്നെയായാലും മുൻതൂക്കം കമല ഹാരിസിന് തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മറ്റു 2 പേരും ഗവർണർമാരും അതുപോലെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിമാരുമായി ജോലി ചെയ്യുന്നവരാണ്. അവരെക്കാൾ എന്തുകൊണ്ടും വൈസ് പ്രസിഡന്റ് തന്നെയാണ് യോഗ്യ എന്ന് അമേരിക്കൻ സമൂഹം കരുതുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും വീണ പറഞ്ഞതുപോലെ ഭാരതീയർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഒരു ഭാരതീയ വംശജയായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് ഒരു കൗതുകമുള്ള കാര്യമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചില അവസാനം നടത്തിയ സ്റ്റേറ്റ് വിസിറ്റിൽ വളരെ കൃത്യമായി കമല ഹാരിസിനെ പുകഴ്ത്തി പറയുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ, അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഹോണറിന് വേണ്ടി നടന്ന ആ സമ്മേളനത്തിൽ ഈ ജോ ബൈഡന്റെ പിന്മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു വിശാല മനസ്കതയോടുകൂടിയുള്ളൊരു തീരുമാനമാണ് എന്ന് കരുതാൻ വയ്യല്ലോ. കനത്ത അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദമായിരുന്നില്ലേ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്? ഏതാണ്ട് 30ഓളം ഡെമോക്രാറ്റ് കോൺഗ്രസ് അംഗങ്ങൾ പരസ്യമായി തന്നെ, അതായത് ഏതാണ്ട് 8-1 പേർ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ? അന്ന് മാത്രമല്ല, അഭിപ്രായ സർവേകളിൽ ബൈഡൻ പിന്നോട്ട് പോവുകയും കമല പകരം സ്ഥാനാർത്ഥി ആയാൽ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ സർവേകൾക്ക് മുൻതൂക്കം കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യവും കൂടി ബൈഡൻ അതിലേക്ക് നയിച്ചില്ല. ഞാനത് ചോദിക്കാൻ കാരണം, അതായത് ഈ ശനി ഞായർ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ പോലും ബൈഡൻ പിന്മാറുന്ന പ്രശ്നമില്ല എന്നുള്ള നിലപാടുകാരനായിരുന്നു പരസ്യമായി. അപ്പോൾ ആ ഒരു സാഹചര്യം തീർച്ചയായും ബൈഡൻ പിന്മാറുന്ന നിലപാടിലല്ല എന്ന് തന്നെയായിരുന്നു ഈ 2 ദിവസത്തിന് മുമ്പ് വരെ. അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ കോവിഡ് ബാധിക്കുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പൊതു നിലപാടുകളിലും കോവിഡ് ബാധിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ നിലപാട് ആത്യന്തികമായി പുറത്തു വന്നതും ഇത്തരത്തിൽ തന്നെയായിരുന്നു. അത് തീർച്ചയായും ഇപ്പോൾ നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ 30ഓളം പേരുടെ ശക്തമായ എതിർപ്പ്, അതായത് പാർലമെന്റിലെ ഇരുസഭകളിലെയും സ്ഥാനാർത്ഥികൾ, അതായത് തെരഞ്ഞെടുക്കപ്പെടാൻ അധികാരമുള്ള സ്ഥാനാർത്ഥികൾ പോലും, തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന്, വ്യക്തികളുടെ സ്ഥാനത്ത് നിന്ന് പോലും വലിയ പ്രതിഷേധം ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഈ ഡിബേറ്റുകളിലെ ഒക്കെ പ്രസംഗത്തിലും ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിന് പലതും ഓർത്തെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എതിരിടുന്നതിൽ വലിയ ദൗർബല്യമായി മാറുമെന്ന ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു.
പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് തന്നെയായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത്. പല മുതിർന്ന നേതാക്കളും മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ബൈഡനെ കൃത്യമായി സമ്മർദ്ദം ചെലുത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിയണം എന്ന കൃത്യമായ ഒരു ആവശ്യം ഉന്നയിച്ചു. കാരണം നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, പ്രധാനമായും എടുത്തു പറയുന്നത് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് വിജയിച്ച സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ തുടരുന്നത്. വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്ന രീതിയിൽ അതിശക്തമായി ജനകീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ നേരിടുമ്പോൾ എട്ടുനിലയിൽ തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരരുത് എന്ന നിലപാടാണ് പലരും ആവശ്യപ്പെട്ടിരുന്നത്. അത്തരത്തിൽ വലിയ തകർച്ചയിലേക്ക് പോകരുത് എന്ന നിർബന്ധം തന്നെയായിരുന്നു പ്രധാനമായും ട്രംപിനെ ബൈഡനെ മാറ്റാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് തന്നെ കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുകയാണെങ്കിൽ ജോ ബൈഡനെ പോലെയുള്ള വൻ തകർച്ചയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രാഥമികമായ പ്രതീക്ഷയുള്ളത്. എങ്കിലും കാര്യങ്ങൾ മാറിമറിയാം. ഒരുപക്ഷേ കമല ഹാരിസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച് പ്രസിഡന്റായി കൂടാ എന്ന സാഹചര്യമൊന്നും ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നവംബർ 5-നാണ് തെരഞ്ഞെടുപ്പ്. വരാനിരിക്കുന്ന ചർച്ചകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ മറ്റ് സാഹചര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ വിജയം ആരുടെ കൂടെ നിൽക്കുമെന്നത് അന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും മുൻപുള്ള ചില നിരീക്ഷണങ്ങളിൽ നിന്നും ഇപ്പോൾ ട്രംപിന് വലിയ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വലിയ മുൻതൂക്കത്തെ പ്രതിരോധിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായാണ് ഇപ്പോൾ കമല ഹാരിസ് സ്ഥാനാർത്ഥിത്വം വരുന്നത്. എന്തായാലും ഐസൻ, തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇത് എങ്ങനെയാണ് ഇത് ഉരുത്തിരിയുന്നത്? കമല ഹാരിസിന് തന്നെയാണോ മുൻതൂക്കം? മറ്റു പേരുകൾ ഐസൻ തന്നെ മറ്റ് 2 പേരുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവരിൽ ആർക്കെങ്കിലും സാധ്യതയുണ്ടോ? ഇനി ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ കനത്ത മത്സരം നടക്കാൻ സാധ്യതയുണ്ട്? ഇതൊക്കെ അറിയണം എന്ന് മാത്രമല്ല, ഈ പിന്മാറ്റം കൊണ്ട് തന്നെ അഭിപ്രായ സർവേ, അതായത് ട്രംപിനുള്ള മുൻതൂക്കം ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ട്രംപിനെ നേരിടാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കാണാം അതിന്റെ വിശദാംശങ്ങൾ. ധാരാളം കമന്റുകളുണ്ട്. നമ്മൾ പറഞ്ഞാലും പോരെ, ഇതിനൊരു വിലയിരുത്തൽ വേണം. നമുക്ക് വിദഗ്ധരോട് ചോദിക്കാം വരും മണിക്കൂറുകളിൽ. ഓക്കെ.